welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. ഇറ്റ്സ് മീ ദിൽന ആനന്ദ്, നിങ്ങളുടെ സ്വന്തം ദിൽന മിസ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് വൈദ്യുതിയുടെ ലോകം അഥവാ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ USSന് ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ USSന്റെ. അപ്പൊ നമ്മൾ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ, ഹു ഈസ് ദ സയന്റിസ്റ്റ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? ആരാണ് മക്കളെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്ത ആരുണ്ടാവില്ല അല്ലെ. അപ്പം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരാണ്? മൈക്കൽ ഫാരഡേ കൊടുത്തിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ജെയിംസ് വാട്ട്. അപ്പൊ നമുക്കറിയാം ആരാണ്? നമ്മുടെ ഫാരഡേ ആണ് അല്ലെ. മൈക്കൽ ഫാരഡേ ആണ് ആൻസർ വരിക. സെറ്റ് അല്ലേടാ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒന്നിലധികം സെല്ലുകൾ ക്രമമായി ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന സംവിധാനത്തെ എന്തു വിളിക്കുന്നു? അല്ലെ, ഒന്നിലധികം സെല്ലുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് അല്ലെ? നമുക്കറിയാം സെല്ല് എങ്ങനെയാ നമ്മൾ കാണിക്കുക. ഇതാണ് സെല്ല്. അപ്പൊ ഇതേപോലെ കുറെ സെല്ലുകൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ജനറേറ്റർ ആണോ? അല്ല. ഡൈനാമോ ആണോ? അല്ല. പിന്നെ മോട്ടോർ ആണോ? അല്ല. പിന്നെ എന്താണ്? ബാറ്ററി ആണ് അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? ബാറ്ററി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ദ സിംബൽ. ചിഹ്നങ്ങളുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എ എന്ന് പറയുന്നത് എന്താ മക്കളെ? എ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ആരാണ്? സെല്ലാണ് അല്ലെ. സെല്ലാണ്. ഫസ്റ്റ് വൺ സെല്ലാണ്. സെക്കൻഡ് വൺ എന്താണ്? സ്വിച്ച് ആണ് അല്ലെ. സ്വിച്ച് ആണ്. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ബൾബ് പ്രകാശിക്കാത്ത സമയത്തുള്ളതാണ്. ബൾബിന്റെ സിമ്പിൾ ആട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചതാണ്, ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പം അത് ബൾബ് തന്നെയാണ്. ബൾബ് പ്രകാശിക്കാത്ത സമയത്തുള്ളതാണ്. അപ്പൊ ആൻസർ മിസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ആണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്താണ്? സ്വിച്ച് ആണ്. സ്വിച്ച് ഓഫ് മോഡിലാണ് കേട്ടോ. എന്ന് വെച്ചോ എന്താണ്? ഓൺ അല്ല. സർക്യൂട്ട് ക്ലോസ്ഡ് അല്ലാത്ത സമയത്ത്, അത് ഓൺ ആയി ഓഫ് ആയിട്ട് കിടക്കുന്ന സമയത്തുള്ള സ്വിച്ചിന്റെ സിമ്പൽ ആണ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് വൺ എന്താണ്? ബൾബ് പ്രകാശിക്കാത്ത ബൾബാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിൽ ദ ബൾബ് ഇൻ സർക്യൂട്ട് 1, സർക്യൂട്ട് 2 ആൻഡ് സർക്യൂട്ട് 3 ഗ്ലോ? ഗിവ് റീസൺസ്. ഈ സർക്യൂട്ടുകളിൽ ബൾബുകൾ പ്രകാശിക്കുമോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ ABC എന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് തരികയാണ് എക്സാമിന്. ABC ഏതാണ് ബൾബ് പ്രകാശിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ കണക്ഷൻ നോക്കണം അല്ലെ. കണക്ഷൻ പൂർത്തിയായിട്ടുണ്ടോ, കംപ്ലീറ്റ് കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ നോക്ക്, സർക്യൂട്ട് 1ന്റെ അവസ്ഥ എന്താ? കംപ്ലീറ്റ് ആണോ? അല്ല. സർക്യൂട്ട് ഇവിടെ കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാണ് കൊടുത്തത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ്. അപ്പൊ ഫസ്റ്റ് വണ്ണിൽ സർക്യൂട്ട് 1ൽ എന്താണ്? കണക്ഷൻ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വണ്ണിലാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ. ഇവിടെ നോക്കിയേ, ഒരു ഗ്യാപ്പ് വരുന്നില്ലേടാ മക്കളെ? സിയിലാണെങ്കിലോ, സിയില് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ മക്കള് മനസ്സിലാക്കണം, A തന്നെയാണ് അല്ലെ. എയിലാണ് ബൾബ് പ്രകാശിക്കുക. കാരണം അവിടെ എന്തുണ്ട്? അവിടെ കംപ്ലീറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളതാ ഈ ഒരു ചുറ്റില്ലേ, അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ടുള്ള കമ്പി, കണക്ഷൻ കൊടുത്തിട്ടുള്ള കമ്പി പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ്? ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ. കണക്ഷൻ പൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. സെറ്റ് അല്ലേടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു സെല്ലിനുള്ളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സെല്ല് നമുക്കറിയാം വൈദ്യുതോർജ്ജം തരികയാണ് ചെയ്യുക അല്ലെ. വൈദ്യുതി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുക. സോ എന്ത് എനർജിയാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നത് നോക്കിയാൽ മതി. നമുക്കറിയാം സെല്ലിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? സെല്ലിന്റെ ഉള്ളിൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലെ. കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ. പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണോ? അല്ല, തെറ്റാണ്. രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. വൈദ്യുതോർജ്ജം രാസോർജ്ജമാകുന്നു. താപോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുകയാണ് ചെയ്യുക. അപ്പൊ സെല്ല് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, വൈദ്യുതിയുടെ സ്രോതസ്സാണ് നമുക്കറിയാം. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്? രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. കെമിക്കൽ എനർജി ബിക്കംസ് ഇലക്ട്രിക്കൽ എനർജി. സെറ്റ് അല്ലേടാ? നെക്സ്റ്റ് നോക്കിക്കോ. ഉപയോഗശേഷം വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വാട്ട് ആർ ദ സെൽസ് ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് അഗെയിൻ ആഫ്റ്റർ യൂസ് കോൾഡ്? എന്താ അതിന് പറയാ? ഡ്രൈ സെൽ എന്നാണോ, സെക്കൻഡറി സെൽ എന്നാണോ, പ്രൈമറി സെൽ എന്നാണോ? വാട്ട് ആർ ദ സെൽ ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് അഗെയിൻ ആഫ്റ്റർ യൂസ് കോൾഡ്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റണോ അല്ലെ.
എന്ന് വെച്ചാൽ പ്രൈമറി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ സെക്കൻഡറി സെല്ലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ചാർജ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, സെക്കൻഡറി സെല്ലുകളാണ് കേട്ടോ, സെക്കൻഡറി സെൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എൻ ഇൻസുലേറ്റർ? ഏതാണ് ഇൻസുലേറ്റർ? അപ്പൊ എന്റെ മക്കൾക്ക് അറിയാം എന്താണ് ഇൻസുലേറ്റർ എന്ന് മനസ്സിലേക്ക് വരണം. അപ്പൊ ചിന്തിച്ചു നോക്കുക, ഇൻസുലേറ്റർ, കണ്ടക്ടർ, ചാലകം എന്ന് പറഞ്ഞാൽ കടത്തി വിടുന്നതാണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ആരെ കടത്തി വിടാത്ത, ഇലക്ട്രിസിറ്റിനെ കടത്തി വിടാത്തതാണ്. അപ്പൊ അവിടെ തന്നെ കിട്ടിയില്ലേ, ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നില്ല എന്നുള്ള കാര്യം അപ്പൊ തന്നെ കിട്ടിയല്ലോ മക്കളെ. അപ്പൊ ഇവിടെ നോക്കിക്കോളാം, വിച്ച് ഈസ് എൻ ഇൻസുലേറ്റർ. ഇവിടെ കൊടുത്തിട്ടുള്ള അയോൺ കൊടുത്തിട്ടുണ്ട്, അലൂമിനിയം കൊടുത്തിട്ടുണ്ട്, വുഡ്, സിൽവർ. ബാക്കിയൊക്കെ എന്താണ്, മെറ്റൽസ് ആണ്. ഇരുമ്പും അലൂമിനിയം വെള്ളിയും ഒക്കെ എന്താണ്, മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. അവയൊക്കെ എന്ത് ചെയ്യും, കടത്തിവിടും. ലോഹങ്ങൾ പൊതുവെ കടത്തിവിടുന്ന മക്കൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാ വരും, ഇതില് വുഡാണ് അഥവാ മരങ്ങളാണ് വരിക. സെറ്റ് അല്ലേടാ. നെക്സ്റ്റ്, ദ ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ, ഏറ്റവും നല്ല വൈദ്യുത ചാലകം, അലൂമിനിയം ആണോ, അയേൺ ആണോ, കോപ്പർ ആണോ, സിൽവർ ആണോ? മിസ്സേ, നമ്മളിപ്പം സിൽവർ നമുക്ക് പറയാൻ പറ്റുമോ? സിൽവർ എന്തായാലും പറയാൻ പറ്റില്ല മിസ്സേ. കാരണം എന്താ, നിങ്ങൾ വിചാരിക്കും എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഏറ്റവും നന്നായിട്ട് കടത്തി വിടുന്നത് ആരാണ്, നമ്മുടെ സിൽവർ തന്നെയാണ് കേട്ടോ. വെള്ളി തന്നെയാണ് നന്നായിട്ട് കടത്തി വിടുന്നത്. ബാക്കിയുള്ളതൊക്കെ കടത്തി വിടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഇലക്ട്രിക് കണ്ടക്ടർ, ഗുഡ് കണ്ടക്ടർ, ഇലക്ട്രിസിറ്റി നന്നായിട്ട് കടത്തി വിടുന്ന ആരാണ്, വെള്ളിയാണ് കേട്ടോ. പക്ഷെ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്ത. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തോളാം. നെക്സ്റ്റ്, ദ മെറ്റൽ യൂസ്ഡ് ഇൻ ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്, വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിക്കുന്ന ലോഹം, ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോപ്പർ ആണോ, അലൂമിനിയം ആണോ, നിക്രോം ആണോ, ടെങ്സ്റ്റൺ ആണോ? ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ടെങ്സ്റ്റണും നിക്രോമും എന്തല്ല, ലോഹങ്ങളല്ല, ലോഹസങ്കരങ്ങളാണ്. അഥവാ എന്താണ്, നമുക്ക് പറയാം രണ്ടോ അതിൽ കൂടുതലോ ലോഹങ്ങൾ, മെറ്റൽസ് കൂടി ചേർന്നുണ്ടാവുന്നതാണ് ആര്, ടെങ്സ്റ്റൺ ആയാലും നിക്രോം ആയാലും കേട്ടോ. ലോഹസങ്കരം എന്ന് പറയും. അപ്പൊ ഇതിൽ ഏതാണ്, ലോഹസങ്കരങ്ങളാണോ അല്ലെങ്കിൽ ലോഹങ്ങളാണോ നമ്മൾ ബൾബിൽ ഉപയോഗിക്കുക? ബൾബിൽ പൊതുവെ നമ്മൾ ടെങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുക കേട്ടോ, ടെങ്സ്റ്റൺ ആണ്. പക്ഷെ അയൺ ബോക്സിലൊക്കെ അവിടെയൊക്കെ എന്താ, ചൂടാവല്ലേ. അപ്പൊ നല്ലോണം ചൂടായ ആ ചൂടിനെ കടത്തിവിടാൻ, അല്ലെങ്കിൽ ചൂട് എത്രത്തോളം ചൂട് കടന്നു പോയാലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കഴിവുള്ള ആർക്കാണ്, നിക്രോം ചേട്ടനാണ് കേട്ടോ. നിക്രോം എന്ന് പറഞ്ഞ ഒരു അലോയി ആണ്, ഒരു ലോഹസങ്കരമാണ്. ടെങ്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അലോയ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, ബൾബിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. ഡിവൈസ് ദാറ്റ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ വൈദ്യുതി പ്രവാഹം നിയന്ത്രിക്കുന്ന സംവിധാനം അല്ലെ. വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കുന്ന സംവിധാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെല്ലാണോ, സ്വിച്ച് ആണോ, ബാറ്ററി ആണോ, ബൾബാണോ? ബൾബ് അല്ല, ബാറ്ററി അല്ല, സെല്ലല്ല. നമുക്ക് അറിയുന്ന കാര്യം, സിമ്പിൾ അല്ലേ. സ്വിച്ച് വെച്ചല്ലേ നമ്മൾ കൺട്രോൾ ചെയ്യുക. യെസ് മിസ്സേ, സ്വിച്ച് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where is the thermal power plant Kerala located? കേരളത്തിലെ താപനിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താപനിലയം അല്ലെ എന്താണ്, തെർമൽ പവർ പ്ലാന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ജലവൈദ്യുത നിലയം എന്ന് വെച്ചാൽ അവിടെ വെള്ളം ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താ, തെർമൽ പവർ പ്ലാന്റ് ആണ്. ഓക്കെ, അഥവാ താപം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എന്ത് ഉണ്ടാക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കുന്നത്. താപം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിന്റെ നീരാവിയാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ബാക്കി സെയിം പ്രോസസ് ഉണ്ട്. ആ നീരാവി വെച്ച് നമ്മൾ ടർബൈൻ കറക്കും. അങ്ങനെ ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം എവിടെ, ഇടുക്കിയിലാണോ? അല്ല. പിന്നെ ഏതാ, പള്ളിവാസൽ കൊടുത്തിട്ടുണ്ട്. അല്ല. ഇതൊക്കെ എന്താണ്, ഇടുക്കി ആയാലും പള്ളിവാസലായാലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലം ഉപയോഗിച്ച് ജലവൈദ്യുത നിലയാണ്. പിന്നെ കഞ്ചിക്കോട് കൊടുത്തിട്ടുണ്ട്, കായംകുളം കൊടുത്തിട്ടുണ്ട്. കഞ്ചിക്കോട് എന്തല്ല, ഒരു നിലയമല്ല, ഒരു പവർ പ്ലാന്റ് അല്ല. അതൊരു വ്യാവസായിക മേഖല. അപ്പൊ അതല്ല. പിന്നെ വരുന്നത് കായംകുളമാണ്. അപ്പൊ കായംകുളമാണ് ഇവിടുത്തെ ആൻസർ വരിക കേട്ടോ. ഏതാണ് ആൻസർ? കായംകുളമാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് AC സപ്ലൈ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? AC യിലെ AC-യും DC-യും ഉണ്ട്, ഓർത്ത് വെച്ചോളാം. AC എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. AC എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ദിശയിൽ മാറ്റുള്ളതാണ്. അപ്പം AC ആണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതെന്ന് ഓർത്തോളാം. അപ്പൊ ആ AC-ന്റെ ആവൃത്തിയാണ് ചോദിച്ചിട്ടുള്ളത്, അഥവാ എന്താണ്, ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഫ്രീക്വൻസി നിങ്ങൾ ആ ഒരു വാല്യൂ മാത്രം പഠിച്ചു വെച്ചാൽ മതി. വൺ വേർഡ് ആയിട്ട് ചോദിച്ചാല് എഴുതാലോ. അപ്പൊ ഏതാണ്, 50 ഹെഡ്സ് ആട്ടോ, 50 ഹെഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻസുലേറ്റർ? താഴെ പറയുന്നവയിൽ ഏതാണ് അച്ചാലകം അഥവാ ഇൻസുലേറ്റർ? മലയാളത്തിലാണെങ്കിലും ഇൻസുലേറ്റർ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയില്ല, എന്റെ മക്കൾ എന്ത് ചെയ്യണം,
ഇവിടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യല്ലോടാ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആരാ കമന്റ് ചെയ്യുന്ന മിസ് നോക്കട്ടെ കേട്ടോ. അപ്പൊ എന്ത് ചെയ്തോളാം, കമന്റ് ചെയ്തോളാം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, മറക്കരുത് കേട്ടോ. അപ്പൊ പഠിച്ചോളാം. അപ്പൊ അതുപോലെ തന്നെ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അടക്കം എവിടെ കിട്ടും, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ എന്ത് ചെയ്തോളാം, ജോയിൻ ചെയ്തോളാം. ലിങ്ക് എവിടെയുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളാം, ജോയിൻ ചെയ്തോളാം. ഓക്കെ മക്കളെ, താങ്ക് യു.